നമുക്കിതുപോലെ വീനെക്ക് കട്ട് ചെയ്തിട്ട് ചുരിദാർ എങ്ങനെ ചെയ്യുന്നത്, സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതുപോലെ ഫ്ലോറൽ പ്രിൻ്റ് വെച്ചിട്ടുള്ള ഒരു കോട്ടൺ ചുരിദാറിൻ്റെ ക്ലോത്താണ്. സൈഡ് ഓപ്പൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഞാനൊരു ചുരിദാർ ബിറ്റിൻ്റെ ടോപ്പിൻ്റെ ഭാഗമാണിത്. ഈ ഒരു ഇതിൽ എനിക്ക് വന്നിട്ടുള്ളത് 48 ഇഞ്ചാണ് വേണ്ടത്. ഞാൻ 50 ഇഞ്ച് നീളമുള്ള ഒരു ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഒരു 13 ഇഞ്ച് വീതി വെച്ചിട്ട് ഇതിങ്ങനെ മടക്കിയിട്ടുണ്ട്. 13 ഇഞ്ച് വീതി 4ആയിട്ട് മടക്കിയ ഒരു ക്ലോത്താണ് ഇപ്പോൾ ഉള്ളത്. നടു മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ 13 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട്, എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗം ഒരു ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് 1/2 ഇഞ്ചിക്ക് വെച്ചിട്ട് വരയ്ക്കുക. പിന്നെ എത്രയാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ലെങ്ത്ത് അടയാളപ്പെടുത്തുക. ഞാൻ അടയാളപ്പെടുത്തിയിട്ട് എനിക്ക് ബാക്കി ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് കൂടുതലായിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു, സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുത്തു. സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു ലൈനാണ് കിട്ടേണ്ടത് എനിക്ക്. അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഷോൾഡറാണ് അടയാളപ്പെടുത്തേണ്ടത്. 7.5 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ ഷോൾഡർ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു കുർത്തിക്ക് ഞാൻ 7.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഷോൾഡർ. അത് കഴിഞ്ഞിട്ട് ആം ഹോളിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. 6.5 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഈ 6.5 ഇഞ്ച് ഒന്ന് ചെസ്റ്റിൻ്റെ ആ ഭാഗമായിട്ട് നമ്മളൊന്നിങ്ങനെ ആം ഹോളിൻ്റെ ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക ഇതുപോലെ. ഇനി താഴേക്ക് ഈ ഒരു എൽ ഷേപ്പിൽ ഇപ്പം നമുക്കൊരു ലൈൻ കിട്ടിയിട്ടുണ്ടാവും. ആ എൽ ഷേപ്പിൽ നിന്ന് നമ്മൾ ഫ്രണ്ട് പീസിന് 1/2 ഇഞ്ച് ഇങ്ങോട്ട് കുഴിച്ചിട്ട് ഒരു റൗണ്ട് വരയ്ക്കുക ഇതുപോലെ. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ആം ഹോളിൻ്റെ സ്കെയിൽ, കർവ് സ്കെയിൽ എടുത്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് കിട്ടേണ്ടത് ഞാൻ 12.5 എടുത്തിട്ടുള്ളത്. 12.5 4 ഇൻറ്റു 12.5 അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 50 എടുത്തിട്ട് 4 ഭാഗം എടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിടും. പിന്നെ നമ്മൾ സ്ലിറ്റിനുള്ള ഇറക്കം അടയാളപ്പെടുത്തി 23 ഇഞ്ചിലാണ് ഞാൻ ഓപ്പൺ എടുക്കുന്നത്. ആ 23 ഇഞ്ചിൽ 13 ഇഞ്ച് വെച്ചിട്ട് ഞാൻ അവിടെ താഴ്ഭാഗം അടയാളപ്പെടുത്തി. 13 ഇൻറ്റു 4 ആയിരിക്കും വരിക. അതിൽ 4 മടക്കാക്കിയിട്ടത് കൊണ്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് 13 എടുത്ത്. അതുപോലെ ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററിൽ ആം ഹോളിൻ്റെ സൈഡും സ്ലിറ്റിൻ്റെ സെൻറ്ററായിട്ട് ഷേപ്പ് അടയാളപ്പെടുത്തി സെൻറ്റർ വരച്ചിട്ട് 11.5 ഞാൻ ഷേപ്പ് എടുത്തിട്ടുള്ളത്. 1 ഇഞ്ച് കുറച്ചിട്ട് 11.5 ഷേപ്പ് എടുത്തു. ഇനി ഒരു ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് ഇതൊന്ന് ജോയിൻ്റ് ചെയ്യാണ്. ഇതുപോലെ ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മളെ ഓപ്പണിൻ്റെ ആ ഭാഗത്തേക്കും ഷേപ്പായിട്ട് തന്നെ വരച്ചു കൊടുക്കുക. ഇനി ഇവിടുന്ന് നമ്മൾ ഓപ്പൺ സ്ലിറ്റിന് നമ്മൾ കൊടുക്കുന്നത് സ്ട്രൈറ്റ് സ്കെയിൽ കൊണ്ടാണ് വരയ്ക്കേണ്ടത്. സ്ട്രൈറ്റ് ആയിട്ട് 13 ഇഞ്ച് താഴത്തേക്ക് അങ്ങനെ വരച്ചു കൊടുത്തു. ഇനി താഴ്ഭാഗം നമ്മൾ ഒരു സ്ലിറ്റിൻ്റെ ആ ഭാഗത്തേക്ക് വരുന്നിടത്ത് ഒരു 1 ഇഞ്ചിക്കൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ആ തറ്റം മാത്രം ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ഇതാണ് നമ്മുടെ ടോപ്പിന് വേണ്ടത്. ഇത് ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഞാൻ ആദ്യം നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ലെങ്ത്തിൻ്റെ തുണി എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി. ഷോൾഡറിന് 7 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തി. 15 ഇഞ്ച് വരും, 7.5 ഇഞ്ച്. അത് കഴിഞ്ഞ് ഞാൻ ആം ഹോളിൻ്റെ ലെങ്ത്ത് 6.5 ഇഞ്ച് അടയാളപ്പെടുത്തി. പിന്നെ ചെസ്റ്റ് എടുത്തിട്ട് 12.5 എടുത്തത്. 12.5ക്ക് ഷേപ്പായിട്ട് ഇങ്ങനെ ചെയ്തു. അത് 1/2 ഇഞ്ച് ഫ്രണ്ടിലേക്ക് കുഴിച്ചിട്ട് ബാക്കിൽ സാധാ രീതിയിൽ തന്നെയാണ് കൊടുത്തത്. ഇനി അത് കഴിഞ്ഞിട്ട് ഓപ്പണിൻ്റെ ഭാഗം അടയാളപ്പെടുത്തി. സീറ്റും ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം കൂടി, ഈ 2 ഭാഗം കൂടി വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തി. അതിൻ്റെ സെൻറ്ററിൽ ഷേപ്പ് അടയാളപ്പെടുത്തി. ഷേപ്പ് 11.5 എടുത്തിട്ടുള്ളത്. ആ 11.5 അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ 4ആക്കി മടക്കിയ ആ ക്ലോത്തിലാണ്. എന്നിട്ട് ആ 11.5 അടയാളപ്പെടുത്തി ഷേപ്പ് സ്കെയിൽ വെച്ച് വരച്ചു. അതുപോലെ താഴ്ഭാഗം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചിരുന്നു. അതിൻ്റെ താഴത്ത് ഒരു 1 ഇഞ്ചിക്കൊന്ന് ഷേപ്പ് ഇങ്ങനെ കൊടുത്തു. അതും ഒന്ന് വരച്ചെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ ഒരു താഴ്ഭാഗത്തു നിന്നാണ് കട്ട് ചെയ്ത് വരുന്നത്. നമ്മൾ വരച്ച ലൈനിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് വരച്ച ലൈനിലൂടെ തന്നെ കട്ട് ചെയ്താൽ മതി. കൂടുതൽ എക്സ്ട്രാ ഒന്നും ഇടണ്ട. നമ്മൾ
സീം അലവൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ 4 മടക്കി ഈ ഒരു ഭാഗത്തുനിന്ന് മുകൾ ഭാഗത്തുനിന്ന് ഇതുപോലെ കട്ട് ചെയ്യുക. ഫസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് പീസിന് അടയാളപ്പെടുത്തിയ ഭാഗത്ത് കൂടെയാണ് കട്ട് ചെയ്യേണ്ടത്. ഒരിക്കലും ഫ്രണ്ട് കുഴിച്ചു വെട്ടിയ ഭാഗത്ത് കൂടെ കട്ട് ചെയ്യാൻ പാടില്ല. ഇതുപോലെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ സെൻറ്റർ, ഷോൾഡറിൻ്റെ സെൻറ്റർ നമ്മളൊന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. അതുപോലെ ഓപ്പണിൻ്റെ ഭാഗം ഇതേമാതിരി നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എവിടെയാണ് നമുക്ക് സ്ലിറ്റ് ഇടേണ്ടതെന്നുള്ള ആ സ്ലിറ്റ് ഇടേണ്ട ഭാഗം ഇതുപോലെ തന്നെ നമുക്ക് ഒന്നൊരു നോച്ചിട്ട് കൊടുക്കുക. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അറിയാൻ വേണ്ടിയിട്ടാണ്, ഏത് ഭാഗത്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മളൊന്ന് നോച്ചിട്ട് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ ടോപ്പിൻ്റെ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലീവാണ് എടുക്കേണ്ടത്. സ്ലീവ് ഇതിൻ്റെ ബാക്കി പീസിന് ജോയിൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് 3/4 സ്ലീവ് കിട്ടും. ഫുൾ സ്ലീവ് ആണെങ്കിലും നമുക്ക് ജോയിൻ്റ് ഒന്നും വേണ്ടി വരില്ല. പക്ഷെ ഞാൻ ഇതിൽ 3/4 അടയാളപ്പെടുത്തിയിട്ട് 3/4 ആണ് എനിക്ക് വേണ്ടത്. 17.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം, ബാക്കിയുള്ള പീസ് കയ്യിൽ ആ ഒരു ബോർഡർ പ്രിൻറ്റ് വരുന്നത് പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ മടക്ക് നമുക്ക് എത്രയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഭാഗം നമ്മൾ മടക്കിയെടുക്കുക. കോട്ടൻ്റെ ക്ലോത്ത് ആകുമ്പോൾ നമുക്ക് പിടിക്കാനൊക്കെ സുഖമാണ്. ഇതിൻ്റെ ഒരു സാൽവെഡ്ജ് വരുന്നൊരു ഭാഗമല്ലേ, ഈ ഒരു വയലറ്റ് കളർ, അത് നമുക്ക് ഉള്ളിലേക്ക് മടക്കി അടിച്ചിട്ട് ആ പ്രിൻറ്റ് വരുന്ന ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 17.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രിൻറ്റ് വരുന്ന ഭാഗം തൊട്ടിട്ടാണ് 17.5 ഇഞ്ച് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അവിടെ മുകളിലൊന്ന് അടയാളപ്പെടുത്തുക. കറക്റ്റ് ഈ 17.5 വരുന്ന ഭാഗത്ത് തന്നെ ഒന്ന് അടയാളപ്പെടുത്തുക. നമുക്ക് തയ്ച്ച് വരുമ്പോൾ 16 ഇഞ്ച് സ്ലീവ് കിട്ടും. അതുപോലെ താഴ്ഭാഗത്തും ഇതുപോലെ 17.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടുന്ന് 4 ഇഞ്ച് താഴത്തേക്ക് കുറച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു സ്ലീവിന് 8 ഇഞ്ചാണ് നമ്മളിതിൻ്റെ ഷേപ്പിൻ്റെ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തുക. 8ൻ്റെ പകുതിയും കൂടി ഒന്ന് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കോണായിട്ട് ഇതിലേക്ക് വരയ്ക്കുക. ഈ ഒരു 4 ഇഞ്ച് കുറച്ച ഭാഗത്ത് നിന്ന് 17 ഇഞ്ചിക്ക് ഭാഗം ഒന്ന് കോണായിട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി. 1.5 ഇഞ്ച് ഇവിടെയും നമ്മൾ സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. 8 ഇഞ്ച് എടുത്തിട്ട് 9 ഇഞ്ചാണ് ഈ ഒരു വണ്ണം എടുക്കുന്നത് കയ്യിൻ്റെ. അതുപോലെ ഇവിടെ നമ്മൾ 7 ഇഞ്ചാണ് എടുക്കുന്നത്. 7 ഇഞ്ച് 1.5 ഇഞ്ച് വെച്ചിട്ട് 5.5 ഇഞ്ചാണ് നമുക്ക് കയ്യിന് കിട്ടേണ്ടത്. അപ്പോൾ 1.5 ഇഞ്ച് ആദ്യം 7 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 1.5 ഇഞ്ചും കൂടെ ആകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 5 ഇഞ്ച് കയ്യിൻ്റെ ബോട്ടം ഭാഗം കിട്ടും. ഇനി നമ്മളൊന്ന് ഒരു ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട്, ഇതുപോലത്തെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് 1.5 ഇഞ്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം ഒന്ന് വരയ്ക്കുക. ഇപ്പം നമുക്ക് കറക്റ്റ് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ കയ്യിനുള്ള കറക്റ്റ് അളവ് വരും. ബാക്കി സീം അലവൻസും ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പ് വരച്ച ഭാഗത്തു കൂടെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. സ്ലീവ് എങ്ങനെയാണ് കറക്റ്റ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ മുന്നേ ചുരിദാറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എൻഡ് വരുമ്പോഴേ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് താഴത്തേക്കാക്കിയിട്ട് വരയ്ക്കാം. മടക്കി അടിക്കുന്ന സമയത്ത്, കര മടക്കി തയ്ക്കുന്ന സമയത്ത് നമുക്കല്ലെങ്കിൽ കുറഞ്ഞു വരും ആ ഭാഗം. അതുപോലെ ഈ ഷേപ്പിൻ്റെ ഭാഗം. ഇനി നമുക്ക് ഇതിന് കഴുത്തിന് വേണ്ടിയിട്ടൊരു ബോർഡർ വെക്കാൻ ഈ ഒരു ബാക്കി പീസിൽ നിന്ന് നമുക്കൊരു 28-30 ഇഞ്ചൊക്കെ മതിയാകും. അപ്പോൾ നമ്മൾ ആ ബോർഡർ പീസ് കട്ട് ചെയ്യുക. ഇത് കറക്റ്റ് 30 ഇഞ്ച് നീളമുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരൊറ്റ പീസ് മതി. ആ ഒരു പീസ് ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് ബോർഡർ വരുന്നത് ഈ ഒരു ഭാഗമാണ് നെക്കിന് വേണ്ടത്. അത് 1.5 ഇഞ്ചാണ് ഈ നെക്കിൻ്റെ ബോർഡർ പീസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 1.5 ഇഞ്ച് വീതി കറക്റ്റ് ഉണ്ട്. ആ ഒരു 1.5 ഇഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത്. ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് കളയാം. സാധാരണ ഞാൻ നല്ല സ്പീഡിൽ പറഞ്ഞു പോകുന്നൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്.
ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഭാഗം എടുത്തിട്ട് നമ്മൾ എത്രയാണ് തയ്യൽ തുമ്പ് ഇടണമെന്നുണ്ടെങ്കിൽ ആ ഭാഗം എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം. ഒരു 2 ഇഞ്ച് തികച്ച് ഇതില്ല, ഒരു 1.5 ഇഞ്ചും എനിക്കുള്ള തയ്യൽ തുമ്പും എടുത്തിട്ടുള്ളൂ. ഇനി ഞാനിതിന് ലൈനിങ് ഇടുന്നുണ്ട്. ലൈനിങ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ് ഇടാം, ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ തന്നെ തയ്ക്കാം. ഞാൻ ബോഡി പാർട്ടിന് മാത്രമേ ലൈനിങ് ഇടണുള്ളൂ, സ്ലീവിന് ലൈനിങ് ഇടുന്നില്ല. കോട്ടൻ്റെ ചുരിദാറൊക്കെ ആകുമ്പോൾ കഴിയുമ്പോൾ ലൈനിങ് ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ശ്രിങ്കേജ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലൈനിങ് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ നേലടിക്കാനും ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ബോഡി പാർട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ്, കൂടുതലോ കുറവോ പാടില്ല, ലൈനിങ് കറക്റ്റായിട്ട് എടുത്തിട്ട് താഴ്ഭാഗത്തേക്ക് നമുക്ക് 2 ഇഞ്ച് ലെങ്ത്ത് കുറയ്ക്കാം കേട്ടോ. നമുക്ക് താഴ്ഭാഗത്തേക്ക് നിൽക്കുമ്പം ചുരിദാറിൻ്റെ താഴ്ഭാഗം കറക്റ്റ് ടോപ്പിൻ്റെ ഭാഗമാണ് കൂടുതൽ വേണ്ടത്, ലൈനിങ് കുറവാണ് വേണ്ടത്. അപ്പോൾ ലൈനിങ് 2 ഇഞ്ച് കുറച്ചിട്ട് ബാക്കി ബോഡി പാർട്ടൊക്കെ കറക്റ്റ് അതുപോലെ തന്നെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ലൈനിങ്ങിൻ്റെ ഒപ്പം ടോപ്പിൻ്റെ ക്ലോത്തിൻ്റെ ഒപ്പം ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്യുക. ഇതിപ്പോൾ കോട്ടൻ്റെ ക്ലോത്തായ കാരണം നമുക്ക് അത്ര വലിയ റിസ്ക് ഒന്നും ഉണ്ടാവില്ല. ഷിഫോണോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും തുണിയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ലൈനിങ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. കോട്ടൻ്റെ ക്ലോത്ത് ആയതുകൊണ്ടും കോട്ടൻ്റെ ലൈനിങ് ആയതുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റങ്ങളൊന്നും വരില്ല. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ബാക്ക് ആം ഹോളിൻ്റെ ആ ഒരു ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഫ്രണ്ട് ആം ഹോൾ നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ട് 1/2 ഇഞ്ച്, അത് പിന്നീട് എടുത്താൽ മതി. ഇതിൻ്റെ ഇതുപോലെ സെൻറ്റർ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇനി 2 വെച്ചിട്ട് നോക്കാനാണ്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ നെക്കും അതുപോലെ തന്നെ ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്യാൻ, കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാനും കൂടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസിലാണ് ഫ്രണ്ട് പീസ് വെക്കുന്നത്. ഫ്രണ്ട് ലൈനിങ് ഒരു ബാക്ക് പീസും അതിൻ്റെ ലൈനിങ്ങും നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസും അതിൻ്റെ ലൈനിങ്ങും കൂടി വെച്ചിട്ട് ഈ ഒരു 1/2 ഇഞ്ചിക്ക് നമ്മൾ കയറ്റി വെച്ച് വരച്ച ഭാഗം വെട്ടുക. കോട്ടൻ്റെ ക്ലോത്ത് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ മാറ്റി വെക്കാനും തിരിച്ചു വെക്കാനൊക്കെ പറ്റുന്നത്. അതുപോലെ നമ്മൾ 1/2 ഇഞ്ചിക്ക് ഈ ഒരു നെക്കിൻ്റെ പോർഷൻ വരുന്ന ആ ഭാഗം വരെ കട്ട് ചെയ്താൽ മതി. പിന്നെ ബാക്കിയുള്ളത് മറ്റ് ബാക്ക് പീസിൻ്റെ മുകളിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിൽ നെക്കിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യണത് 3.5 ഇഞ്ചാണ് ഞാൻ കഴുത്തിൻ്റെ. 3.5 ഇഞ്ച് പറഞ്ഞാൽ 7 ഇഞ്ച് വരും. ആ 3.5 ഇഞ്ച് പകുതി മടക്കി വെച്ചത് കൊണ്ട് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. 8 ഇഞ്ചാണ് ഞാൻ കഴുത്തിന് ഇറക്കെടുക്കുന്നത്. 8 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗം നമുക്ക് 1.5 ഇഞ്ചാണ് പ്രിൻറ്റിൻ്റെ ബോർഡർ വരുന്നത്. അപ്പോൾ നമ്മൾ 3/4 ഇഞ്ച് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ 3/4 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് ഈ 3/4 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തെടുത്തേക്ക് ഈ 3.5 ഇഞ്ചിലേക്ക് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുക ഈ ഒരു ഷേപ്പിൽ. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കുക. ഇത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള നെക്കാന്നൊക്കെ തോന്നിയാലും എളുപ്പമാണ് ചെയ്ത് തീർക്കാൻ. ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഇങ്ങനെ ഒരു പീസാണ് നമുക്ക് കിട്ടുക. ഇതിൽ ലൈനിങ് അടക്കമാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു പീസാണ് കിട്ടുക. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. ബാക്കി എല്ലാ പാർട്ടും നമ്മളെടുത്തുണ്ട്, നമ്മളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടിയിൽ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് കൊടുക്കുക, അതിൻ്റെ മേലെ ബാക്ക് പീസ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ലൈനിങ്, ബാക്ക് പീസ്, ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് അങ്ങനെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ഷോൾഡർ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഷോൾഡർ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട് പീസിന് കട്ട് ചെയ്ത് അവിടെ വരെ സ്റ്റിച്ച് ചെയ്യുക. ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ വലിക്കുമ്പോൾ ആ സ്റ്റിച്ച് പൊന്തി പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ നമ്മൾ ഈ ഒരു പീസ് കറക്റ്റ് അല്ലേ നോക്കിയിട്ട് അതുപോലെ തന്നെ
ബാക്ക് പാർട്ടും ഫ്രണ്ടിലെ ഷോൾഡറിൻ്റെ ഭാഗം കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ മറക്കരുത്. ഇപ്പം നമ്മുടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ നമ്മളൊന്ന് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിന് ലോക്ക് ചെയ്യുന്നവർക്ക് ലോക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ ഒരു റൗണ്ടായിട്ടാണ് വെക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് റൈറ്റ് സൈഡിൽ വെച്ച് തുടങ്ങിയിട്ട് ലെഫ്റ്റ് സൈഡിൽ എൻഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കട്ട് ചെയ്തതിൻ്റെ കുറച്ച് ഒരു 1/4 ഇഞ്ച് താഴത്തേക്കായിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കട്ട് ചെയ്തതിനേക്കാൾ 1/4 ഇഞ്ച് താഴത്തേക്ക്. അതെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. 2 ഭാഗം ഇപ്പം എത്രയാണ് എടുക്കുന്നത് എന്നുള്ളത് ഒരുപോലെ എടുക്കണം. അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും. ഞാനൊരു 1/4 ഇഞ്ച് ഭാഗം കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. ഇതുപോലെ 1/4 ഇഞ്ച് വെച്ചിട്ട് കൂടുതലാക്കിയിട്ട് അവിടെ നമ്മളൊന്ന് ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പിടിക്കുമ്പോഴൊക്കെ ആ സ്റ്റിച്ച് പൊന്തി നിൽക്കാനും അതിൻ്റെ ഒരു ഫിനിഷിങ് കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി ഇതുപോലെ ഒരേ തയ്യൽ തുമ്പിട്ടിട്ട് വേണം തയ്ക്കാൻ. ഇങ്ങനെ കൂടുതൽ കുറവ് ഒന്നും വരാൻ പാടില്ല. ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു പീസ് കൊടുക്കുക ചെയ്യുന്നത്. ഒരു 3.5 ഇഞ്ച് വീതിയുള്ള തുണി പകുതി മടക്കിയതാണ്. 1.5 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഇത് മടക്കി വെക്കുമ്പോൾ വേണം. അത് പോരാത്തത് നമുക്കിതിൻ്റെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആയിട്ട് ഇതുപോലെ ഫുള്ളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ബാക്ക് നെക്ക് വേറെയും ഫ്രണ്ട് നെക്ക് വേറെയല്ല, ഒരൊറ്റ റൗണ്ടിലാണ് കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ കറക്റ്റ് നിവർത്തിയിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോഴേ അതെന്തെങ്കിലും കൂടി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ ഒരു എൻഡിൽ വന്നിട്ട് അതുപോലെ നമ്മൾ മറ്റേ സൈഡ് 1/4 ഇഞ്ച് താഴ്ത്തി സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഈ ഒരു ഭാഗം 1/4 ഇഞ്ച് താഴ്ത്തി സ്റ്റിച്ച് ചെയ്യുക. ആ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് നമ്മളൊന്ന് ലോക്ക് ചെയ്യുക. കറക്റ്റ് ലോക്ക് ചെയ്തിട്ട് തന്നെ എടുക്കണം. ബാക്കി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 1/4 ഇഞ്ച് ഭാഗത്തേക്ക് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ ഇങ്ങനെ വരും. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുമ്പോൾ ഇങ്ങനെ മറിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ തന്നെ വരാറ്. ഇതിൻ്റെ 1/4 ഇഞ്ച് ഭാഗത്തേക്ക് നമ്മൾ ലോക്ക് ചെയ്ത ഭാഗം എടുക്കുക. കറക്റ്റ് അതിങ്ങനെ പിടിച്ചിട്ട് ഒന്നിന് തിരിച്ച് വെച്ചാൽ മതി. ഇതുപോലെ ഒന്നുകൊണ്ട് തിരിച്ചിട്ട് ഈ 1/4 ഇഞ്ച് ഭാഗത്തേക്ക് കോണായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കോണായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു എൻഡ് വരെ എത്തണം കേട്ടോ. സ്റ്റിച്ചിൻ്റെ എൻഡ് വരെ, സ്റ്റിച്ചുമ്പോൾ തട്ടണ്ട, അതിൻ്റെ എൻഡ് വരെ എത്തിയിട്ട് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഇതുപോലെ ശ്രദ്ധിച്ച് ആ ഒരു ഭാഗം കട്ട് ചെയ്യുക. ഒരെണ്ണം കൂടുതൽ ഒരെണ്ണം കുറവൊന്നും പാടില്ല. രണ്ടും കറക്റ്റായിട്ട് തന്നെ വരണം. ഫ്രണ്ട് പാർട്ടാണ്, അപ്പം അത് ഭംഗിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്, ആ വെട്ടി ഭാഗത്തേക്ക്. ഇത് 2 ഭാഗം ഉള്ളിലേക്ക് മറിച്ച് വെക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്ക് വാഷാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് സ്റ്റിച്ചൊന്നും വരണില്ല. ഈ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ മറിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗം ഒരു സൈഡ് മുകളിലേക്കും ഒരു സൈഡ് താഴത്തേക്കുമായിട്ട് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കട്ട് ചെയ്ത ഭാഗം കൂടെ കൂട്ടിയിട്ട് നമ്മളവിടെ നിന്ന് സ്ട്രൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എവിടെയാണ് കട്ട് ചെയ്ത് വെച്ചത് അവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. കോണായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലേ, ആ ഒരു ഭാഗത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഒരൊറ്റ ലോക്ക് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 2 ഭാഗത്തേക്കും കയറിപ്പോ. ഇനി അതിൻ്റെ ബാക്കിയുള്ള തുമ്പും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് നെക്കിൻ്റെ പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ നെക്ക് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗമല്ലേ അങ്ങനെ തുമ്പ് പുറത്തേക്ക് നിൽക്കണ അവിടെ മാത്രം ഒന്ന് ജസ്റ്റ് ഒരു ലൈന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഈ ഒരു തുമ്പ് ഇങ്ങനെ പൊന്തി നിൽക്കാതിരിക്കാൻ. മറ്റതെല്ലാം നമുക്ക് അയൺ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് പോകുന്നതാണ്. ഈ ഒരു ഭാഗം മാത്രം നമുക്കൊരു ലൈനായിട്ട് ഒരൊറ്റ സ്റ്റിച്ച് ആ ഒരു ഭാഗം ചെയ്യുക. ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. വേണമെങ്കിൽ ഫുള്ളായിട്ട് കിനാരി ചെയ്യുക അല്ലെങ്കിൽ ഒരു ചവിട്ടിനൊക്കെ ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല സ്റ്റിച്ച്. പക്ഷെ ഞാനിതിൽ പുറത്തേക്ക് സ്റ്റിച്ചൊന്നും കാണാത്ത കോലത്തിലാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യുക. സ്ലീവ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സാൽവെഡ്ജ് വരുന്ന ഭാഗം ഉള്ളിലേക്കാക്കി മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് പുറത്തേക്ക് കാണുന്ന രീതിയിലല്ല, എനിക്ക് ആ പ്രിൻ്റ് മാത്രം കണ്ടാൽ മതി. അപ്പോൾ അത് ഉള്ളിലേക്ക് മടക്കിയിട്ട് തയ്ക്കുക. സ്ലീവിന് ഞാൻ ലൈനിങ് ഇടുന്നില്ല കേട്ടോ, ബോഡി പാർട്ടിന് മാത്രമേ ലൈനിങ് ഇടുന്നത് പറഞ്ഞില്ലേ. രണ്ടിൻ്റെയും സ്ലീവ് ഒന്ന് മടക്കി തയ്ക്കാം. ഇനി നിങ്ങൾക്ക് സ്ലീവിന് ലൈനിങ് ഇടണമെന്നുണ്ടെങ്കിൽ സ്ലീവിന് എത്രയാണ് കട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് പീസും കൂടെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ടിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ് പീസും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇനി ബോഡി പാർട്ട്, ഞാനിതിൻ്റെ സ്ലീവിന് ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടിയിട്ടില്ല, ടോപ്പിന് മാത്രമേ ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടിയിട്ടുള്ളൂ. സ്ലീവിന് കുഴിച്ച് വെട്ടേണ്ട കാര്യമില്ല, കാരണം ഇതൊരു ബോർഡ് നെക്ക് കോളർ നെക്ക് പോലെയല്ലേ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ ചുളിഞ്ഞ് കക്ഷത്ത് നിൽക്കില്ല. അതുകൊണ്ട് ഇനി ഈ ഒരു 2 ഭാഗം കൂടെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ലൈനിങ്ങും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ചിലവർ ലൈനിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്ന് വിചാരിച്ചിട്ട് ലൈനിങ് ബോഡി പാർട്ടിൽ കൂട്ടി ചെയ്യാറുണ്ട്. ഇത് പിന്നെ കോട്ടൻ്റെ ആയതുകൊണ്ട് എനിക്കങ്ങനെ വലിയ പ്രശ്നം തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ലൈനിങ് പീസും ബോഡി പാർട്ടും കൂടെ ഒരുമിച്ചിട്ട് സ്ലീവ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ആദ്യം ഒന്ന് ലൈനിങ് കൂട്ടി തയ്ക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരുപാട് സ്റ്റിച്ചിങ് ഒന്നും ചെയ്തിട്ട് റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കറക്റ്റ് നമ്മൾ പിടിച്ചാൽ നമുക്ക് കറക്റ്റ് തന്നെ കിട്ടും. സ്റ്റിച്ച് മാക്സിമം കുറച്ചിട്ട് ഫിനിഷിങ്ങിൽ ചെയ്യുക എന്നുള്ളതേ നോക്കണ്ടുള്ളൂ. ഈ ഒരു 3 ഭാഗം കൂടെ സ്ലീവും ലൈനിങ്ങും ബോഡി പാർട്ടും കൂടെ തയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവിൻ്റെ ഭാഗം വെച്ച് കൊടുക്കാം. ചുരിദാർ തയ്ക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഫുള്ളായിട്ട് ഉള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിലൊന്ന് ചെയ്തപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ട്യൂട്ടോറിയലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും വീഡിയോസൊന്നും ഇടാറില്ല, എന്നാലും മാക്സിമം വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. കാരണം എപ്പോഴും എനിക്ക് ടൈം കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ എനിക്ക് ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നാറ് എന്താണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക് ഇത് കറക്റ്റ് മനസ്സിലാവണം. അപ്പോൾ സമയം എടുത്തിട്ട് തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയം ഒരുപാട് ടൈം പോവും. അപ്പോൾ അതിനുള്ളൊരു സമയം കിട്ടുമ്പോൾ ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു സ്ലീവും ബോഡി പാർട്ടും ഒരേമാതിരി 2 ഭാഗം വരാൻ ശ്രമിക്കുക. 1.5 ഇഞ്ചിക്കാണ് നമ്മൾ തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത്. ആ 1.5 ഇഞ്ചിക്ക് തന്നെ തയ്യൽ തുമ്പ് തയ്ച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ഓപ്പണിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടെ വെച്ചിട്ട് നമ്മളൊന്ന് നീക്കുക, ഒന്ന് ലോക്ക് ചെയ്തെടുക്കുക. എപ്പോഴും അവിടെ ഒരു 1.5 ഇഞ്ചിക്ക് തന്നെ ഗ്യാപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡും കറക്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാട്ടോ. ഈ ഒരു ഭാഗം വരുമ്പോൾ നിങ്ങൾ തയ്യൽ തുമ്പ് സ്ലീവിൻ്റെ ഭാഗത്തേക്കായിട്ട്, സ്ലീവ് വെച്ച് തയ്യൽ തുമ്പ് സ്ലീവിൻ്റെ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗം ആ ഒരു കോർണർ കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. ഒരു ഭാഗം കയറിയിട്ട് സ്ലീവ് ഒരു ഭാഗം ഇറങ്ങിയിട്ട് അങ്ങനെ നിൽക്കാൻ പാടില്ല കേട്ടോ. ഇനി ആ ഓപ്പണിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ അരഞ്ച് വിട്ടിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. 1.5 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഗ്യാപ്പ് എടുത്തോട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ലൈനിങ് ഞാനൊന്ന്
മടക്കി തയ്ക്കുന്നുണ്ട്. ഓപ്പൺ അടിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ നമ്മൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്യണം. കോട്ടൻ്റെ ലൈനിങ് ആയതുകൊണ്ട് വളരെ സുഖമാണ് സ്റ്റിച്ച് ചെയ്യാൻ. സിമ്പിളായിട്ട് തന്നെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ചിലവർ ലോക്ക് ചെയ്യാറുണ്ട്, പക്ഷെ ലോക്ക് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഉറപ്പ് കിട്ടാറ് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ്, മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ്. ഞാൻ 1 ഇഞ്ചിക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറഞ്ഞതിൽ മടക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇനി സ്ലിറ്റ്, പലർക്കും സ്ലിറ്റ് കറക്റ്റ് ആവണില്ല എന്നെല്ലാം പറയാറുണ്ട്. ഞാൻ സ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എനിക്ക് തന്നെ ഒരു കുഴപ്പം വന്നിട്ടില്ല ഇതുവരെയായിട്ട്. ലൈനിങ്ങും ടോപ്പിൻ്റെ മെറ്റീരിയലും കൂടെ കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. 1/2 ഇഞ്ച് വീതിയിലാണ് ഞാൻ ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുന്നത്. പലരും ഈ ഒരു ഭാഗത്തൊരു പ്രശ്നം പറയാറുണ്ട്. ഇത് കറക്റ്റ് ഇങ്ങനെ തന്നെ വെച്ചിട്ട്, ഈ ഒരു വി ടൈപ്പിൽ തന്നെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സൂചി എപ്പോഴും കുത്തി നിർത്തിയിട്ട് വേണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ. സൂചി പൊന്തി നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കരുത്. ഇതാണ് നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് കമൻ്റായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക. ഞാൻ എല്ലാ കമൻറ്റിനും റിപ്ലൈ അധികം ചെയ്യാറുണ്ട്. കാണുമ്പോഴൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇതുപോലെ 1/2 ഇഞ്ചിക്ക് നമ്മൾ താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ക്കുക. ഒരൊറ്റ മടക്കിയിട്ട് രണ്ടാമത്തെ മടക്കിൽ ഒരൊറ്റ സ്റ്റിച്ചിൽ തന്നെ ഞാനത് എടുക്കുന്നുണ്ട്. ഈ ഒരു കർവായിട്ടുള്ള ഭാഗമാണത്. നമ്മൾ 1 ഇഞ്ച് മുകളിലേക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചില്ലേ, അതാണ് ഈ 2 എൻഡിൽ വരിക. എപ്പോഴും ലൈനിങ്ങും കൂടെ കൂട്ടിയിട്ട് വേണം കേട്ടോ ചുരിദാറിന് സ്ലിറ്റ് തയ്ക്കുമ്പോൾ. ലൈനിങ് കൂടി കൂട്ടിയിട്ട് തയ്ക്കണം. അത് കറക്റ്റ് അല്ലേ എന്ന് നോക്കും വേണം. ഒരേപോലെ തന്നെ ലെങ്ത്തിലല്ലേ വന്നിരിക്കുന്നത്, ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായിട്ട് എടുക്കരുത്. ആദ്യം മേലെന്ന് തന്നെ നോക്കുക ഇത് കറക്റ്റ് അല്ലേന്ന്, എന്നിട്ട് വേണം താഴത്തേക്ക് എടുക്കാൻ. ഇതുപോലെ തയ്ക്കുക. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് എത്ര എളുപ്പത്തിൽ നമ്മൾ ചുരിദാർ തയ്ച്ചു കഴിഞ്ഞു. ഈ ഒരു മെത്തേഡിലാണ് ഞാൻ ചുരിദാർ തയ്ക്കാറ്. ഈ ഒരു ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ നൂല് പൊന്തിയിട്ട് അവിടെ ഇങ്ങനെ ഓപ്പണായി വരും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീനെക്ക് കുർത്തി തയ്ക്കാൻ ടോപ്പ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. അതുപോലെ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലൊരു ചുരിദാർ ടോപ്പ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അതിനുള്ള എല്ലാ ഡൗട്ടും ഞാൻ ക്ലിയർ ചെയ്തെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ നെക്കൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ഉണ്ട്, നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം.